എല്ലാവർക്കും PSC ഹെൽപ്പറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയുടെ LGS നിയമന സാധ്യതകളാണ്. 18/7/2025 നിലവിൽ വന്ന കോഴിക്കോട് ജില്ലയുടെ LGS റാങ്ക് ലിസ്റ്റിൻ്റെ ഒരു മോഡൽ റൊട്ടേഷണൽ ചാർട്ട് നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മോഡൽ റൊട്ടേഷണൽ ചാർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിയമന സാധ്യതകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ 50% റിസർവേഷൻ റൂൾ പ്രകാരം മൊത്തം റിസർവേഷൻ 50%-ൽ കൂടാൻ പാടില്ല. ഏതെങ്കിലും രീതിയിൽ 50%-ൽ കൂടുതൽ വന്നാൽ ആ റിസർവേഷൻ ടേൺ TPO ആക്കി മാറ്റിവെച്ച് തൊട്ടടുത്ത ഓപ്പൺ കാറ്റഗറിക്ക് കൊടുക്കുന്നതാണ് പതിവ്. ആ സമയത്ത് ചെറിയ മാറ്റങ്ങൾ വരും. എന്നാൽ തൊട്ടടുത്ത അഡ്വൈസിൽ തന്നെ മാറ്റിവെച്ച TPOകൾക്ക് അഡ്വൈസ് കൊടുക്കുന്നതിനാൽ വലിയൊരു മാറ്റം വരികയുമില്ല. 18/7/2025 നിലവിൽ വന്ന കോഴിക്കോട് ജില്ലയുടെ LGS റാങ്ക് പട്ടികയിൽ മെയിൻ ലിസ്റ്റിൽ 689 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 712 പേരും ഭിന്നശേഷി പട്ടികയിൽ 43 പേരടക്കം 1443 പേരുടെ ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത് 799 പേരായിരുന്നു. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 713 പേരും ഭിന്നശേഷി പട്ടികയിൽ 70 പേരടക്കം 1582 പേരുടെ ലിസ്റ്റായിരുന്നു പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലിസ്റ്റിൽ ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്, എന്നാൽ വലിയൊരു വ്യത്യാസം ഇല്ല. കോഴിക്കോട് ജില്ലയുടെ LGS റാങ്ക് ലിസ്റ്റിൻ്റെ 3 രീതിയിലുള്ള സാധ്യതകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് 600 ഒഴിവുകൾ വന്നാൽ ആർക്കൊക്കെയാണ് നിയമന സാധ്യത എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ പരിശോധിക്കുന്നത്. ഈ 600 ഒഴിവ് എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ ഒരു വേഴ്സ്റ്റ് രീതിയിലുള്ള നിയമനം നടന്നാൽ ഉണ്ടായേക്കാവുന്ന കാര്യമാണ് പറയുന്നത്. രണ്ടാമത്തെ സാധ്യതയായി നമ്മൾ പരിശോധിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അതേ രീതിയിലുള്ള നിയമനം നടക്കുകയാണെങ്കിൽ ആർക്കൊക്കെയാണ് നിയമന സാധ്യത എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം 734 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ തലേ ദിവസം കുറച്ചും കൂടി അഡ്വൈസ് പോയിട്ടുണ്ട്. അതും കൂടി വന്നാൽ 734-ന് കുറച്ചും കൂടി എണ്ണം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു 750 ഒഴിവുകൾ വന്നാൽ ആർക്കൊക്കെയാണ് നിയമന സാധ്യത എന്നുള്ളതും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് ഏതൊക്കെ കാറ്റഗറിക്കാർക്കാണ് നിയമന സാധ്യത എന്നുള്ളതാണ് നമ്മൾ രണ്ടാമതായി പരിശോധിക്കുന്നത്. മൂന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് മെയിൻ ലിസ്റ്റിലെ മുഴുവൻ ആളുകൾക്കും നിയമനം ലഭിക്കണമെങ്കിൽ 842 ഒഴിവുകൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഈ വർഷത്തെ കോഴിക്കോട് ജില്ലയുടെ LGS റാങ്ക് പട്ടികയുടെ മെയിൻ ലിസ്റ്റിൽ 689 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഈ 689 പേർക്കും ജോലി ലഭിക്കണമെങ്കിൽ 842 ഒഴിവുകൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അങ്ങനെ വന്നാൽ ആർക്കൊക്കെയാണ് നിയമന സാധ്യത എന്നുള്ളതാണ് മൂന്നാമത്തെ സാധ്യതയായി നമ്മൾ പരിശോധിക്കുന്നത്. ഒന്നാമത്തെ സാധ്യതയായ 600 ഒഴിവുകൾ വന്നാൽ ആർക്കൊക്കെയാണ് സാധ്യത എന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെ വന്നാൽ ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 481 റാങ്കും EBT 475, മുസ്ലിം 483, OBC 504, വിശ്വകർമ്മ 545, EWS 506, LC സപ്ലി ലിസ്റ്റിൽ നിന്ന് 23 റാങ്ക്, ഹിന്ദു നാടാറും സപ്ലി ലിസ്റ്റിൽ നിന്ന് 5 റാങ്ക്, SCയും സപ്ലി ലിസ്റ്റിൽ നിന്നാണ് പോയിരിക്കുന്നത് 4, ST സപ്ലി ലിസ്റ്റ് 10, ധീവര സപ്ലി 4. മുകളിലെ കുറച്ച് കാറ്റഗറിക്കാരൊഴിച്ചാൽ ബാക്കി വന്നതൊക്കെ സപ്ലി ലിസ്റ്റിൽ നിന്നാണ്. അതുകൊണ്ട് സപ്ലി ലിസ്റ്റിലാണെന്ന് വിചാരിച്ച് സാധ്യതയില്ലെന്ന് കരുതി ആരും ഇരിക്കരുത്. SCC സപ്ലി 9 റാങ്ക്, SIUC നാടാർ സപ്ലി 12 റാങ്ക്, ഡിഫറൻ്റ്ലി ഏബിൾ LV സപ്ലി 6 റാങ്ക്, ഡിഫറൻ്റ്ലി ഏബിൾ LD സപ്ലി 3 റാങ്ക്, ഡിഫറൻ്റ്ലി ഏബിൾ HI സപ്ലി 6 റാങ്ക്, ഡിഫറൻ്റ്ലി ഏബിൾ AM സപ്ലി 5 റാങ്ക്. അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് രണ്ടാമത്തെ സാധ്യതയായ കഴിഞ്ഞ വർഷത്തെ അതേ രീതിയിലുള്ള കഴിഞ്ഞ വർഷം ഇപ്പോൾ ലാസ്റ്റ് പോയിരിക്കുന്നത് 734 അഡ്വൈസുകളാണ്. അതിൽ കുറച്ചും കൂടി വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ലാസ്റ്റ് പുതിയ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ തലേ ദിവസം കുറച്ചും കൂടി അഡ്വൈസ് പോയിട്ടുണ്ട്. അങ്ങനെ ഒരു 750 ഒഴിവുകൾ വന്നാൽ ആർക്കൊക്കെയാണ് നിയമന സാധ്യത എന്നുള്ളതാണ് നമ്മൾ രണ്ടാമത്തെ സാധ്യതയെ പരിശോധിക്കുന്നത്. അങ്ങനെ 750 ഒഴിവുകൾ വന്നാൽ ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 612 റാങ്കും, EBT 611 റാങ്കും, മുസ്ലിം 604 റാങ്കും, OBC 668 റാങ്കും, വിശ്വകർമ്മ 625 റാങ്കും. ഇതൊക്കെ മെയിൻ ലിസ്റ്റിൽ നിന്നാണ് പോയിരിക്കുന്നത്. EWS 636 മെയിൻ ലിസ്റ്റ്. അടുത്തത് പോകുന്നത് LC സപ്ലി ലിസ്റ്റിൽ നിന്നാണ് 28 റാങ്ക്, ഹിന്ദു നാടാർ സപ്ലി ലിസ്റ്റ് 7 റാങ്ക്, SC സപ്ലി ലിസ്റ്റ് 16 റാങ്ക്, ST സപ്ലി ലിസ്റ്റ് 13, ധീവര സപ്ലി ലിസ്റ്റ് 6 റാങ്ക്. മുകളിലത്തെ ഒരു 6 കാറ്റഗറിക്കാർ കഴിഞ്ഞാൽ പിന്നെ എല്ലാം സപ്ലി ലിസ്റ്റിൽ നിന്നാണ് വന്നിരിക്കുന്നത്. CC സപ്ലി 13 റാങ്ക്, SIUC നാടാർ സപ്ലി 15 റാങ്ക്, ഡിഫറൻ്റ്ലി ഏബിൾ LV സപ്ലി 7 റാങ്ക്, ഡിഫറൻ്റ്ലി ഏബിൾ LD സപ്ലി 4 റാങ്ക്, ഡിഫറൻ്റ്ലി ഏബിൾ HI സപ്ലി 7 റാങ്ക്, ഡിഫറൻ്റ്ലി ഏബിൾ M സപ്ലി 7 റാങ്ക്. അടുത്തതായി നമ്മൾ മൂന്നാമത്തെ സാധ്യതയായ മെയിൻ ലിസ്റ്റിലെ മുഴുവൻ ആളുകൾക്കും നിയമനം ലഭിക്കണമെങ്കിൽ 842 ഒഴിവുകൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അങ്ങനെ വന്നാൽ ആർക്കൊക്കെയാണ് നിയമന സാധ്യത എന്നുള്ളത് നമുക്ക് നോക്കാം. ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 689 റാങ്കും, EBT 687, മുസ്ലിം സപ്ലി 1, OBC സപ്ലി 5, വിശ്വകർമ്മ 664, EWS സപ്ലി 3, LC സപ്ലി 32, ഹിന്ദു നാടാർ സപ്ലി 8, SC സപ്ലി 23, ST സപ്ലി 15, ധീവര സപ്ലി 8,
SCC സപ്ലി 15, SIUC നാടാർ സപ്ലി 16, ഡിഫറൻ്റ്ലി ഏബിൾ LV സപ്ലി 7, ഡിഫറൻ്റ്ലി ഏബിൾ LD സപ്ലി 5, ഡിഫറൻ്റ്ലി ഏബിൾ HI സപ്ലി 7, ഡിഫറൻ്റ്ലി ഏബിൾ M സപ്ലി. ഇനി കോഴിക്കോട് ജില്ലയുടെ നിയമന സാധ്യത പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ പ്രാവശ്യവും നല്ല രീതിയിൽ നിയമനം നടക്കാൻ സാധ്യതയുള്ളൊരു റാങ്ക് ലിസ്റ്റാണ് LGS എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം 800ൻ്റെ അടുത്ത് അഡ്വൈസ് പോയിട്ടുണ്ട് LGS റാങ്ക് ലിസ്റ്റിൽ നിന്ന്. ഈ വർഷവും അതേ രീതിയിലോ അതിൽ കൂടുതലോ നിയമനം നടക്കാൻ സാധ്യതയുണ്ട്.